ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 10th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ അരിത്മെറ്റിക് സീക്വൻസ് എന്നുള്ളതിന്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. ടേം കണക്ഷൻസ് എന്താണ് ടേം കണക്ഷൻസ് എന്ന് പറയുന്നത് കേൾക്കുക എന്താണെന്ന് നോക്കാം. ഇനി ചോദ്യം വരുന്നത് എന്താ, സെക്കൻഡ് ടേം 5 അല്ലെങ്കിൽ ഫിഫ്ത്ത് ടേം 7 അല്ലെങ്കിൽ 10th ടേം 9 അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ബാക്കിയുള്ള അരിത്മെറ്റിക് സീക്വൻസ് എഴുതാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടേം കണക്ഷനിൽ നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇവിടെ ഒന്നാമത്തെ പൊസിഷൻ 2, രണ്ടാമത്തെ പൊസിഷൻ 4, മൂന്നാമത്തെ പൊസിഷൻ 6 എന്ന് വിചാരിച്ചോ. അപ്പൊ ഈ പൊസിഷനെ തമ്മിലുള്ള എങ്ങനെ പറയുമ്പോൾ ഈ നടുക്കുള്ള ഇതില്ലേ, അപ്പൊ ഈ 2ഉം 6ഉം ഓക്കെ 2ഉം 6ഉം കൂട്ടി എത്ര, അതിന്റെ സമ്മ് എന്ന് പറയുന്നത് 8 ആണ് അല്ലെ. അപ്പൊ ഈ നടുക്കുള്ള സംഖ്യന്റെ 2 മടങ്ങാണ്, 2 ഡബിൾ ആണെന്ത്, ഈ നടുക്കുള്ള സംഖ്യയുടെ ഈ നമ്പറിന്റെ ഡബിൾ ആണെന്ത് ഈ സംഖ്യന്റെ അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള നമ്പറിന്റെ സമ്മ് എന്ന് പറയുന്നത്, രണ്ടും കൂടി കൂട്ടിയ തുക എന്ന് പറയുന്നത് എത്രയാണ്, ഈ നടുക്കുള്ള സംഖ്യയുടെ ഡബിൾ ആണ് കേട്ടോ. ഇനി നോക്കിയേ വേറെ ഏത് എടുക്കുകയാണെങ്കിലും ഇപ്പൊ നോക്കിയേ 3 വേറൊരു സമാന്തര ശ്രേണിയാണിത് 6, 9 അല്ലെ. അപ്പൊ 3 + 9 എത്രയാണ്, 9, 10, 12 അല്ലെ. അപ്പൊ ഈ നടുക്കുള്ള സംഖ്യ എത്ര, 6, 6ന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ എത്ര, 12. അപ്പൊ അതിന്റെ ഈ ഒരു സംഖ്യയുടെ നമ്പറിന്റെ ഈ മുന്നിലും പിന്നിലുമുള്ള ആ നമ്പറിന്റെ തുക സമ്മ് എന്ന് പറയുന്നത് രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്നത് എന്ന് പറയുന്നത് എന്താണ്, നടുക്കുള്ള നമ്പറിന്റെ ഡബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്ക്. അപ്പൊ ഒന്ന് മനസ്സിലായല്ലോ. ഇനി ഇപ്പുറത്ത് ഞാൻ എടുക്കുന്നത് എത്രയാണ്, 0 എടുക്കുക വിചാരിച്ചു. ഇവിടെ വേറൊരു സംഖ്യ എന്താ, 0 തന്നെ ആയിക്കോട്ടെ. ഇപ്പുറത്ത് എന്തായിരിക്കും വരിക, ഓക്കെ ഇപ്പുറത്ത് 8 ആയിരിക്കും വരിക അല്ലേ. 8 1 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതും കൂട്ടി എത്ര വരും നോക്കിയാൽ 0 + 8 എത്രയാണ്, 8 തന്നെ അല്ലേ. അപ്പൊ നടുക്കുള്ള സംഖ്യന്റെ 2 മടങ്ങ് തന്നെ അല്ലേ. അപ്പൊ 2 × 4 8 അല്ലേ. ഇനി ഇപ്പുറത്ത് എടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ കേട്ടോ. ഏത് ഇപ്പൊ ഞാൻ ഇവിടുന്ന് എടുത്തിട്ടാണ്. ഇനി ഞാൻ നടുക്ക് ഈ സംഖ്യ എടുക്കുന്നതെന്ന് വിചാരിച്ചോ. ഇപ്പൊ 2, 8, 10, 2, 4, 6 എടുക്കാൻ വിചാരിച്ച്. അപ്പൊ അതിന്റെ അപ്പുറത്ത് എന്താണ് 12. ഓക്കെ, ഇങ്ങനെ എടുത്ത് ഇനിയിപ്പോൾ ഞാൻ മിഡിൽ എന്താണ് നടുക്കുള്ള സംഖ്യ എന്ന് പറഞ്ഞ് എടുക്കുന്നത് എന്താണ്, 6 ആണ് എടുക്കുന്നത് വിചാരിച്ചോ. അതിൻ്റെ ഇപ്പുറത്തുള്ളതും കൂട്ടി എത്രയാണ് കിട്ടുന്നത് നോക്കിയാൽ, ഇതിൻ്റെ ഡബിളാണ് കിട്ടുന്നത് നോക്കിയാൽ എന്താണ് 8 + 4 എത്രയാണ്, 12. അപ്പോൾ 6ന്റെ ഡബിളാണ് 12 അല്ലേ. ഇനി ഈ 4ന്റെ ഇപ്പുറത്തുള്ള പൊസിഷനും ഈ 8ന്റെ ഇപ്പുറത്തുള്ള പൊസിഷനിലെ ആ നമ്പറും കൂടി കൂട്ടി നോക്കിയാൽ 10 + 2 എത്രയാണ്, 12. അതും എന്താണ് ഇതിൻ്റെ ഡബിളാണ്. അതേപോലെ അപ്പുറത്തുള്ള പദങ്ങൾ എന്താ ടേം കൂട്ടിയാൽ എന്താണ് സമ്മ് എത്രയാണ്, 12 അല്ലേ. ഈ നടുക്കുള്ള സംഖ്യയുടെ ഡബിളാണ്. ഓക്കെ, ഏത് നമ്പർ എടുത്താണ്. ഇനി ഞാൻ എടുക്കുന്നത് എന്താ വെച്ചാൽ ഇത് മൊത്തം കൂട്ടുകയാണ്. നമുക്ക് ആദ്യത്തത് ഈ 3 എടുക്കുകയാണ്. ഈ 3 കൂട്ടിയാൽ ഈ നടുക്കുള്ള നമ്പറിന്റെ 3 മടങ്ങായിരിക്കും, 3 ട്രിപ്പിൾ ആയിരിക്കും. 3നോട് ഇൻറ്റു ചെയ്ത് 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നോക്കിയാൽ 6 + 4 എത്ര, 10, 10 + 8 എത്ര, 18. അപ്പം 18 എന്ന് പറയുമ്പോൾ എന്താണ്, ഈ നടുക്കുള്ള ഈ മിഡിൽ നമ്പറിന്റെ 3നോട് മൾട്ടിപ്പിൾ ചെയ്താണ് അല്ലേ. അപ്പം 6 × 3 എത്രയാണ്, 6 × 3 എത്രയാണ്, 18 ആണ് അല്ലേ. ഇനി അടുത്ത് നോക്കിയാൽ ഈ നമ്പർ കൂടെ എടുക്കുകയാണ്, 2, 4, 6, 8, 10. ഇപ്പുറത്ത് 2 എടുക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് 2 എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി എത്രയാണ്, 5. എത്ര ഇതുണ്ട്, എത്ര നമ്പേഴ്സിന്റെ എണ്ണം, 5 അല്ലേ. അപ്പോൾ 5 × ഈ നടുക്കുള്ള സംഖ്യ എത്രയാണ്, 6 അല്ലേ. 5 × 6 എത്രയാണ്, 30 അല്ലേ. അങ്ങനെ ആകുമ്പോൾ എന്താണ് 5 × 6 30. ഇനി ഈ സമ്മുകളൊക്കെ എല്ലാം കൂടി കൂട്ടി നോക്കിയാൽ നിങ്ങൾ 2 + 4 എത്രയാണ്, 2 + 4 6 അല്ലേ. 6 + 6 എത്രയാണ്, 12. 12 + 8 എത്രയാണ്, 12 + 8 20. 20 + 10 എത്രയാണ്, 30. കണ്ടോ, ഇതിന്റെ എത്രയാണ്, നടുക്കുള്ള സംഖ്യനെ കൊണ്ട് എന്താണ് ഈ മൊത്തം എണ്ണം ഇൻറ്റു ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. ഇനി അടുത്ത് ഇതും കൂടി കൂട്ടുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ മൊത്തം എത്രയായി, 1, 2, 3, 4, 5, 6, 7 എണ്ണായി അല്ലേ. അപ്പൊ 7 × ഇതിന്റെ മൊത്തം തുക എന്ന് പറയുന്നില്ല, മൊത്തം സമ്മ് എന്ന് പറയുന്നത് എത്രയാണ് നോക്കാം. 7 × നടുക്കുള്ള സംഖ്യ 6 അല്ലേ. അപ്പൊ 7, 6 എത്രയാണ്, 7, 6 42 ആണല്ലോ. ഇനി നമുക്ക് എല്ലാം കൂടി കൂട്ടി നോക്കുക. 0 + 2 2, 2 + 4 6, 6 + 6 12, 12 + 8 എത്രയാണ്, 12 + 8 20, 20 + 10 എത്രയാണ്, 30, 30 + 10 എത്രയാണ്, 42. ശരിയല്ലേ. അപ്പൊ നമുക്ക് 2 ഇത് പറയാം, എന്താ അപ്പുറത്തും ഇപ്പുറത്തുള്ളത്
സമ്മ് എന്ന് പറയുന്നത് എന്താണ്, നടുക്കുള്ള സംഖ്യേൻ്റെ ഡബിളാണ്. അതുപോലെ 3 കൂടി എന്താണ് സമ്മ്, 3ൻ്റെയും കൂടി സമ്മ് എന്ന് പറയുന്നത് എന്താണ്, ഈ നടുക്കുള്ള സംഖ്യേൻ്റെ കൊണ്ട് 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി എണ്ണം എത്ര എണ്ണം ഉണ്ടോ അത്രയും എണ്ണത്തിനോട് നടുക്കുള്ള സംഖ്യ ഇൻറ്റു ചെയ്താൽ എന്താണ്, മൊത്തത്തിൻ്റെ സമ്മ് കിട്ടും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതുകഴിഞ്ഞ് നമുക്ക് വേറൊരു കാര്യം കൂടി പറയാം, എന്താണ്, ഇതിൻ്റെ 3-1 ഈ നടുക്കുള്ള സംഖ്യയുടെ 3-1 ഈ എന്താണ് 3-1 എന്ത്, അതിൻ്റെ സമ്മൊന്നും പറയാം കേട്ടോ. ഓക്കെ, അപ്പം നോക്കൂ 4, 6, 8 എടുക്കുകയാണെങ്കിൽ ഇത് 3 കൂടി കൂട്ടി എത്രയാണ്, 10ഉം 18 അല്ലേ. അപ്പം ഈ നടുക്കുള്ള സംഖ്യ അപ്പം കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്, 18/3 എത്രയാണ്, 6 അല്ലേ. അപ്പം 3 സംഖ്യ എടുത്തിട്ട് അതിൻ്റെ നടുക്കുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ്, മൊത്തം തുക തരികയാണെങ്കിൽ, മൊത്തം സമ്മ് തരികയാണെങ്കിൽ, ഈ 3 പൊസിഷനിലുള്ള സമ്മും കൂടി തരികയാണെങ്കിൽ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നടുക്കുള്ള പൊസിഷനിലുള്ള ആ പദം ടേം കിട്ടും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 3 നോക്ക്, 5th, 6th, 7th ടേമും ആണ് എന്ത് 30 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 6th ടേം എങ്ങനെ കണ്ടുപിടിക്കുക നമ്മൾ, ഇതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എന്താണ്, 30 ആണ് അല്ലേ. അപ്പോൾ 30/3 എത്രയാണ്, 10. അപ്പോൾ 6th ടേം എന്തായിരിക്കും, 10 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ജനറലായി പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ്, അരിത്മെറ്റിക് സീക്വൻസ് സം ഓഫ് 2 terms that the same distance behind that term is this term. കണ്ടോ, ഇപ്പോൾ 9th ടേമും 11th ടേമും ആണെങ്കിൽ എന്താണ്, തന്നിരിക്കുന്നത് 10th ടേം ആണ് 25 തന്നിട്ടുണ്ടെങ്കിൽ ആ 25ൻ്റെ ഡബിൾ ആയിരിക്കും അതിൻ്റെ ഇപ്പുറത്തുള്ള പൊസിഷൻ്റെയും സമ്മ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ 8th-ൻ്റെയും 12th-ൻ്റെയും പൊസിഷൻ എന്താണ്, 2 ഇൻറ്റു ആ തന്നിരിക്കുന്ന ആ ടേം അല്ലേ. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് എന്താണ് 7th-ഉം അതുപോലെ 13th ടേം എന്ന് പറയുന്നത് സമ്മ് എന്താണ്, 2 ഇൻറ്റു 25 തന്നെ അല്ലേ. ഓക്കെ, ദെൻ പിന്നെ എന്താണ് 3 പൊസിഷനും കൂടി കൂട്ടുകയാണെങ്കിൽ എന്താണ് 3 ഇൻറ്റു ആ ടേം അല്ലേ. ഓക്കെ, ഇനി എത്ര ടേമാണ് തന്നിരിക്കുന്നത്, എത്ര പൊസിഷനാണ് തന്നിരിക്കുന്നത്, ആ പൊസിഷൻ്റെ എണ്ണം ഇൻറ്റു എന്തായിരിക്കും, ആ നടുക്ക് തന്നിരിക്കുന്ന ടേം ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ സം ഓഫ് ആൻ ഓഡ് നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ മിഡിൽ ടേം ആൻഡ് ദ നമ്പർ ഓഫ് ടേംസ്. ഇനി ക്വസ്റ്റ്യൻ നോക്കിയേ, ദ 4th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 8. 4th ടേം ആണ് അരിത്മെറ്റിക് സീക്വൻസിലെ 4th ടേം എന്ന് പറയുന്നത് എന്താണ്, 8 ആണ് കേട്ടോ. അപ്പോൾ 4th ടേം 8 ആണ്. അപ്പോൾ 4th ടേം 18 തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ സം ഓഫ് പെയർസ് ഓഫ് ടേംസ് ഗിവൺ ബിലോ, 4th ടേമിൻ്റെ അപ്പുറത്തുള്ള തേർഡ് ടേമും പിന്നെ 4th ടേം കഴിഞ്ഞിട്ടുള്ള 5th ടേമാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ സമ്മ് എന്ന് പറയുന്നത് 3rd ടേമിൻ്റെയും 5th ടേമിൻ്റെയും സമ്മ് എന്തായിരിക്കും, ഈ തന്നിരിക്കുന്ന നമ്പറിൻ്റെ ഡബിൾ ആയിരിക്കും അല്ലേ. അപ്പം ഇവിടെ 3rd and 5th ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ 3rd എന്ന് പറയുമ്പോൾ 4ൻ്റെ അപ്പുറത്തും 5th പറയുമ്പോൾ 4ൻ്റെ അപ്പുറത്തുള്ളൂ അല്ലേ. അപ്പോൾ ആ രണ്ടിൻ്റെയും സമ്മ് എന്ന് പറയുന്നത് എന്താണ്, തടുക്കുള്ള ടേമിൻ്റെ 2ൻ്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഡബിൾ ആക്കുക അല്ലേ. അപ്പോൾ 8ൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ എന്താ 8 × 2 എത്രയാണ്, 16 അല്ലേ. അപ്പോൾ നമുക്ക് 16 കിട്ടും. ഇനി 2nd and 6th ആണെങ്കിലോ, 2nd and 6th ആണെങ്കിൽ ഇപ്പുറത്തുള്ള അല്ലേ, ഒരേ പൊസിഷനിലുള്ളതാണ് അല്ലേ. അപ്പോൾ 4 കഴിഞ്ഞു, 4ൻ്റെ മുന്നേ 3 ആണ് അല്ലേ, അതിൻ്റെ മുന്നേ 2, പിന്നെ 4 കഴിഞ്ഞ് 5, 6 അല്ലേ. അപ്പോൾ 6th ഇതും എത്രയാണ്, അതിൻ്റെ ഡബിൾ തന്നെ അല്ലേ. അപ്പോൾ 2 × 8 എത്രയാണ്, 16. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്, 1st and 7th ചോദിച്ചിരിക്കുന്നത് അല്ലേ. 1st and 7th എന്ന് പറയുമ്പോൾ എന്താണ്, 4th ടേമിൻ്റെ ഇപ്പുറത്ത് 3rd, 2, 1 മൂന്നാമത്തതാണ് അല്ലേ. അതേമാതിരി ഇപ്പുറത്ത് നോക്കുക 4 കഴിഞ്ഞിട്ട് 5, 6, 7 അല്ലേ. അപ്പോൾ 1ഉം 7ഉം എന്താണ്, അതിൻ്റെ ഈ നടുക്കുള്ള ടേമിൻ്റെ ഡബിൾ തന്നെ അല്ലേ. അപ്പോൾ 1 and 7 എന്ന് പറയുമ്പോൾ ഡബിൾ തന്നെ. അപ്പോൾ 2 × 8 16 തന്നെ. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ അപ്പോൾ എന്താണ്, ഇതേ ടേം ഇങ്ങനെ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ സെയിം ഡിസ്റ്റൻസ് ഉള്ള തന്നെ ആവണം കേട്ടോ. ഈ 4th നിന്ന് ഒറ്റ ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ 3 വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് 5, 3ഉം 5ഉം ആണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ഡബിൾ കണ്ടോ. പിന്നെ 2 ടേം കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, 2nd-ഉം ഇത് 4 കഴിഞ്ഞിട്ടുള്ള 2 ടേം കഴിഞ്ഞിട്ടാണ് എന്ത് 6th വരുന്നത് അല്ലേ. 2ാമത്തെ ടേമാണ് 6 വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡബിൾ തന്നെ. അപ്പം സെയിം എന്താ ഡിസ്റ്റൻസിലായിരിക്കണം, എന്നാലേ നമുക്ക് എന്താക്കണമല്ലോ ഈ ടേമിൻ്റെ ഡബിളാക്കി ഇവിടെ എഴുതാൻ പാടുള്ളൂ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, വാട്ട് ഈസ് ദ സം ഓഫ് 3rd, 4th and 5th ടേം. അപ്പോൾ 3rd ടേമും 4th ടേമും 5th ടേമിൻ്റെയും സം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താ 3rd-ഉം 4th-ഉം 5th-ഉം ആണ് അല്ലേ. അപ്പോൾ അടുത്തടുത്തുള്ള സംഖ്യകളല്ലേ 3, 4, 5 അല്ലേ, ആ പൊസിഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് അതിൻ്റെ 3ഉം കൂടി എന്താണ് നടുക്കുള്ള ടേമിനോട് 3നോട് ഇൻറ്റു ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 3 × 8 എത്രയാണ്, 3 ടേമല്ലേ ചോദിച്ചിരിക്കുന്നത്, 1, 2, 3 അല്ലേ. അപ്പോൾ 3 ഇൻറ്റു തന്നിരിക്കുന്നത് 8 അല്ലേ. അപ്പോൾ 3 × 8 എത്രയാണ്, 24 എന്ന് എഴുതാം.
ഓക്കെ 3 × 8 24. ദെൻ അടുത്ത എന്താ വാട്ട് ഈസ് ദ സം ഓഫ് ദ 5 ടേംസ് ഫ്രം ദ സെക്കൻഡ് ടു 6th അല്ലേ. അപ്പോൾ എന്താണ് വാട്ട് ഈസ് ദ സം ഓഫ് ദ 5 ടേംസ് 5 ടേമുകളാണ് ചോദിച്ചിരിക്കുന്നത് 2 മുതൽ 6 വരെയുള്ള 5 ടേം അല്ലേ. അപ്പോൾ 5 അല്ലേ. അപ്പോൾ 5 × 8 എത്രയാണ് 5 × 8 40 എന്ന് പറഞ്ഞു ചെയ്തല്ലേ. 5 × 8 = 40 40. ദെൻ അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. ഇനി വാട്ട് ഈസ് ദ സം ഓഫ് 7 ടേംസ് ഫ്രം 1 to 7 അല്ലേ. 1 മുതൽ 7 വരെയുള്ളതിന്റെ 7 ടേം ഉണ്ട്. അപ്പോൾ 7ന്റെ ആ സം എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സം എന്ന് പറയുമ്പോൾ എന്താ എല്ലാം കൂടി കൂട്ടി തുക എത്രയാണ് 7 × 8 അല്ലേ. 7 × 8 = എത്രയാണ് 8 എത്രയാണ് 7 × 8 എത്രയാണ് 7 8s are 56 അല്ലേ. ഓക്കെ 56. അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ 7 ടേംസ് അല്ലേ. അപ്പോൾ തന്നിരിക്കുന്ന എത്ര ടേമുകളാണ് ആ ടേമിനെ കൊണ്ട് ആ എണ്ണത്തിനെ കൊണ്ട് എന്താണ് തന്നിരിക്കുന്ന ടേമിനെ എന്താണ് മൾട്ടിപ്പിൾ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. The common difference of an arithmetic sequence is 2 and the sum of the 9th, 10th and 11th term is 90. Calculate the first 3 terms of the sequence. അപ്പോൾ തന്നിരിക്കുന്ന എന്താണ് കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്. എന്ത് കോമൺ ഡിഫറൻസ് = 2 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് = 2. ദെൻ പിന്നെന്താണ് തന്നിരിക്കുന്നത് സം ഓഫ് 9th, 10th and 11th ടേം ഓഫ് 90 എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ 3 ടേമുകൾ എന്താണ് 90 തന്നിട്ടുണ്ട്. അതിൻ്റെ സം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നടുക്കുള്ള 10th ടേം എന്തായിരിക്കും 10th ടേം എങ്ങനെ എഴുതാ 10th ടേം = നമുക്കറിയാം എന്ത് നടുക്കത്തെ ടേമിന്റെ എന്താണ് 3/1 പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിനോട് എന്താണ് നടുക്കുള്ള ടേം കാണുന്നുണ്ടെങ്കിൽ എന്താ 3നോട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. സമ്മിനെ മൊത്തം തന്നിരിക്കുന്ന സമ്മിനെ കൊണ്ട് 3നോട് ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ മൊത്തം 3 ടേമിന്റെയും സം എത്രയാണ് 90 അല്ലേ. അപ്പോൾ 90 / 3 ചെയ്യാം. ഓക്കെ 90 / 3 എന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും = 19 / 3 എന്താ 30. അപ്പോൾ 10 എന്ത് കിട്ടി നമുക്ക് 30 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ 10th ടേം എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് 30 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ അത് കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസിന്റെ ഫസ്റ്റ് 3 ടേംസ് കാണണം. അപ്പോൾ നമുക്ക് എന്താണ് ആ ഫസ്റ്റ് ടേം കാണണം ആദ്യം അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം എങ്ങനെ കാണുക. ഫസ്റ്റ് ടേം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ എന്താണ് ഫസ്റ്റ് ടേം കാണാൻ nth ടേം കണ്ടിരുന്നിരുന്നത് എങ്ങനെയായിരുന്നു ഫസ്റ്റ് ടേം പ്ലസ് n-1 × d അങ്ങനെയല്ലായിരുന്നു കണ്ടിരുന്നിരുന്നത്. ഇവിടെ ഫസ്റ്റ് ടേം കാണണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഏത് പദത്തിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ 10th ടേം തന്നിരിക്കുന്നത് അതും നമ്മൾ പഠിച്ചതാണ് അല്ലേ. 10th ടേം ആണ് തന്നിരിക്കുന്നത്. ആ 10th ടേമിന് ഫസ്റ്റ് ടേമിലേക്ക് എത്താൻ എത്ര പൊസിഷൻ എന്താ കോമൺ ഡിഫറൻസ് കഴിയണം എത്ര കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം 10th നിന്ന് 1 കുറയ്ക്കുക 10th നിന്ന് 1 കുറച്ചാൽ 9 കോമൺ ഡിഫറൻസ് എന്താക്കണം കുറയ്ക്കണം അല്ലേ. ആ 10th ടേമിൽ നിന്ന് 9 കോമൺ ഡിഫറൻസ് കുറയ്ക്കുകയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം 10th ടേം എന്നാണ് അല്ലേ. 10th ടേം എന്ന് പറഞ്ഞാൽ എത്രയാണ് 30 അല്ലേ. 30ൽ നിന്ന് എത്ര കോമൺ ഡിഫറൻസാണ് കുറയ്ക്കേണ്ടത് 10 - 1 9 അല്ലേ. 9 × 2 കോമൺ ഡിഫറൻസ് 2 നമുക്കറിയാതെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഫസ്റ്റ് ടേം കിട്ടും അല്ലേ. = 30 - 9 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 18 അല്ലേ. = 30 - 18 എന്ന് പറഞ്ഞാൽ എത്രയാണ് 12 അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം എന്ത് കിട്ടി നമുക്ക് 12 എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടിയാൽ പിന്നെ കോമൺ ഡിഫറൻസ് അറിയെങ്കിൽ നമുക്ക് സീക്വൻസ് എഴുതിക്കൂടെ. അപ്പോൾ 12 പിന്നെ എന്താ കോമൺ ഡിഫറൻസ് 2 അല്ലേ. അപ്പോൾ 2 കൂട്ടി പോകുക അല്ലേ. അപ്പോൾ 12 + 2 എത്രയാണ് 14 14 + 2 എത്രയാണ് 16 അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ് ഈസ് 12 14 16 ഇത് കേട്ടോ. ഇതാണ് നമ്മൾ ആൻസർ. ഓക്കെ.